ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66ന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പുത്തനത്താണി ഭാഗത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പലരും എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നിഷാദെ, ഞങ്ങൾ എപ്പോൾ വന്നാലും വഴി തെറ്റുകയാണ് കാടാമ്പുഴ ഭാഗത്തേക്ക് പോകാനും അതുപോലെ തന്നെ തിരുനാവായ അമ്പലത്തിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വഴി തെറ്റാതെ കറക്റ്റായിട്ട് പോകാനുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മുടെ വെട്ടിച്ചിറ ടോൾ പ്ലാസേൻ്റെ അവിടെ ബോർഡുകളൊക്കെ സ്ഥാപിച്ചു തുടങ്ങി. പണികൾ അവസാന ഘട്ടത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൂടാതെ പുത്തനത്താണിയുടെയും വെട്ടിച്ചിറയുടെയും ഇടയിലുള്ള ചെറിയ അങ്ങാടിയായ ചുങ്കത്ത് വീണ്ടും യാത്രക്കാർ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുവരെ നിഷാദ് പടിഞ്ഞാറ്റുമുറ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തതുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ രണ്ടത്താണി കഴിഞ്ഞിട്ട് അതിരിമട എന്നാണ് വീഡിയോ തുടങ്ങുന്നത് കേട്ടോ. ഈ അതിരിമട എന്ന് പറഞ്ഞ സ്ഥലം പണ്ട് അത്ര വലിയ പ്രശസ്തമൊന്നും ആയിരുന്നില്ല, ഒരു ചെറിയൊരു അങ്ങാടിയായിരുന്നു. പക്ഷേ ഇപ്പോഴവിടെ ഓവർപാസ് വന്നതുകൊണ്ട് ജനങ്ങൾ എല്ലാവരും അറിഞ്ഞു തുടങ്ങി അതിരിമട എന്ന് പറഞ്ഞ സ്ഥലം. ഈ അതിരിമട ഓവർപാസിൻ്റെ പണികൾ കുറേ ലാഗായി നിന്നിരുന്നു കേട്ടോ. പിന്നീടാണ് പണികൾ വേഗം തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് വലിയൊരു വളവുണ്ടായിരുന്നു. ആ വളവ് പൂർണ്ണമായിട്ട് കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊന്ന് കുറച്ചിട്ടാണ് ആറുവരിപ്പാതയിൽ കൂടെ കടന്നു പോകുന്നത്. അതിരിമട ഓവർപാസിന്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലത്ത് നിന്ന് പിന്നീട് പൂർണ്ണമായി മണ്ണിട്ടുയർത്തിയിട്ടാണ് ആറുവരിപ്പാത കടന്നു പോകുന്നത്. അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡ്, പഴയ റോഡ് എങ്ങനെയായിരുന്നു അതേ രീതിയിൽ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടുന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, മലപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് കാടാമ്പുഴ ഭാഗത്തേക്ക് പോകാനും അതുപോലെ തന്നെ തിരുനാവായ ഭാഗത്തേക്ക് പോകാനൊക്കെ എവിടുന്നാണ് എക്സിറ്റ് എടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ തിരുനാവായ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് മലപ്പുറം ഭാഗത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ, പക്ഷേ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ എവിടെയാണ് എൻട്രി എടുക്കേണ്ടതെന്നും. അപ്പോൾ കോഴിക്കോട് കോട്ടക്കൽ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പുത്തനത്താണി തിരുനാവായ കാടാമ്പുഴ ഭാഗത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അതിരിമട ഓവർപാസ് കഴിഞ്ഞിട്ട് പുത്തനത്താണി ഓവർപാസ് എത്തുന്നതിന് മുൻപ് എക്സിറ്റ് എടുക്കണം. അപ്പോൾ ഇവിടെ ഒരു ബോർഡുണ്ട് പുത്തനത്താണി തിരുനാവായ എന്നുള്ളത്, പക്ഷേ ഇവിടെ കാടാമ്പുഴ എന്ന ബോർഡ് ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ എക്സിറ്റ് എടുക്കുക തന്നെ വേണം. കാടാമ്പുഴ ഭാഗത്തേക്ക് പോകേണ്ട ആളുകൾ 293+700 ഇവിടുത്തെ ചെയിനേജ് നമ്പർ. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു എൻട്രി ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുനാവായ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പുത്തനത്താണി ടൗണിൽ കൂടെ കടന്ന് നേരെ സർവീസ് റോഡ് കൂടെ വന്നിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് ആറുവരിപ്പാതയിൽ കയറാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് മലപ്പുറം കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകാം. ഇനി പറയുന്നത് ഒന്നും കൂടി ശ്രദ്ധിക്കണം, കാരണം ഈ തിരുനാവായ അതുപോലെ തന്നെ കാടാമ്പുഴ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ ഇവിടുന്ന് എക്സിറ്റ് എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ വലിയൊരു പണിയാണ് വരുന്നത്. നേരെ മുന്നോട്ട് പോയിട്ട് ടോൾ പ്ലാസ എത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ലെഫ്റ്റ് എടുക്കണം. ടോൾ പ്ലാസ കഴിഞ്ഞുടനെ സർവീസ് റോഡിലൂടെ കയറിയിട്ട് പിന്നീട് കരിപ്പോൾ ഓവർപാസ് പോയിട്ട് കറങ്ങി തിരിഞ്ഞ് വരേണ്ടി വരും കേട്ടോ. എന്നിട്ട് മാത്രമേ നിങ്ങൾക്ക് കാടാമ്പുഴ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്ത് കൂടെ റൈറ്റ് സൈഡിൽ കാടാമ്പുഴ പോകാം. അത് കഴിഞ്ഞിട്ട് തിരുനാവായ ഭാഗത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ വെട്ടിച്ചിറ ഫ്ലൈ ഓവറും കഴിഞ്ഞ് നേരെ മുന്നോട്ടാണ് പോരുക. നേരെ മുന്നോട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങൾ ചുങ്കം വയഡക്റ്റിൻ്റെ അടിഭാഗത്ത് കൂടെ കറങ്ങി തിരിഞ്ഞ് ചുങ്കം അങ്ങാടി കൂടെ തിരിഞ്ഞ് വീണ്ടും വയഡക്റ്റിൻ്റെ അടിയിൽ കൂടെ യൂ ടേണൊക്കെ എടുത്തിട്ട് വേണം പിന്നീട് നിങ്ങൾ നേരെ പുത്തനത്താണി ടൗണ്, പിന്നീട് നേരെ തിരുനാവായ കേട്ടോ. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾ സൈൻ ബോർഡ് നോക്കി യാത്ര ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വഴി തെറ്റിപ്പോകും 100% ഉറപ്പാണ്. ഇനിയിപ്പോൾ അതും പോട്ടെ, നമ്മളെ കരിപ്പോൾ ഓവർപാസിൻ്റെ അവിടുന്ന് നിങ്ങൾ യൂ ടേൺ എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ പിന്നീട് നേരെ പോകുന്നത് എങ്ങോട്ടാന്ന് പറയുമ്പോൾ കഴിഞ്ഞാൽ കഞ്ഞിപ്പുര അണ്ടർപാസിൻ്റെ അടിഭാഗത്ത് പോയിട്ട് തിരിഞ്ഞു വരേണ്ടി വരും, യൂ ടേൺ എടുത്ത് പോരേണ്ടി വരും. ഒക്കെ പിന്നീട് ഇതേമാതിരി തന്നെ ഇങ്ങോട്ട് പോരണം. ഇനി ദേശീയപാത 66 ഓപ്പൺ ആയതുകൊണ്ട് പുത്തനത്താണി ടൗണിൽ വരുന്ന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക വാഹനങ്ങളും ഈ പുത്തനത്താണി ഓവർപാസിൻ്റെ അടിഭാഗത്തൂടെ കടന്നു പോകും. പണ്ടൊക്കെ എല്ലാ വാഹനങ്ങളും പുത്തനത്താണി ടൗണിൽ കൂടിയാണ് പോരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇനി അതൊക്കെ ഓർമ്മകളിലേക്ക് മറിയും കേട്ടോ. ഞാനിത് പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല. ഇതേമാതിരി തന്നെ ഇപ്പം നമ്മുടെ കോട്ടക്കൽ ടൗണിൻ്റെയും അതുപോലെ തന്നെ വളാഞ്ചേരി ടൗണിൻ്റെ അവസ്ഥ. ഈ ആറുവരിപ്പാത വരുന്നതിന് മുമ്പ് എല്ലാ ദീർഘദൂര വാഹനങ്ങളും ഇതുപോലെയുള്ള ചെറു ടൗണിൽ കൂടിയാണ് കടന്നു പോരുന്നത്. ഒന്നാമത് ഇപ്പോൾ ബൈപ്പാസ് വന്നതോടുകൂടി തിരക്ക് കുറഞ്ഞു. പക്ഷേ അതിൽ കൂടെ കയറാതെ പോകുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ കച്ചവടങ്ങൾ ആ സ്ഥലത്ത് കുറയുകയാണ്. ഇനി തിരുനാവായ അമ്പലത്തിൽ വന്ന ആളുകൾ പുത്തനത്താണി വഴിയാണ് അവർക്ക് വളാഞ്ചേരി പിന്നെ അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നേരെ പുത്തനത്താണി ടൗണിൽ വരിക, ഓവർപാസ് കഴിഞ്ഞിട്ട് സർവീസ് റോഡിലേക്ക് വരിക, നേരെ വളാഞ്ചേരി ഭാഗത്തേക്ക് പോരുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു എൻട്രി കാണും സർവീസ് റോഡിൽ നിന്നും ആറുവരിപ്പാതയിൽ കയറാൻ വേണ്ടിയിട്ട്. തിരുനാവായിൽ നിന്നും വളാഞ്ചേരി ടൗൺ ടച്ച് ചെയ്ത് പോകുന്ന ആളുകൾ മാത്രമേ പുത്തനത്താണി വഴി കടന്നു വരുള്ളൂ. അല്ലാത്തവർ നേരെ തിരുനാവായിൽ നിന്നും കുറ്റിപ്പുറം പോകും, പിന്നീട് തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ പോകാം കേട്ടോ, എടപ്പാൾ ഭാഗത്തേക്കൊക്കെ പോകാം. പിന്നെ ദേശീയപാതയെ ബന്ധപ്പെട്ടിട്ട് ഇതുവരെ പുത്തനത്താണിയിൽ വന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നേരെ നിഷാദ് പടിഞ്ഞാറ്റുമുറ എന്ന യൂട്യൂബ് ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റിൽ കോട്ടക്കൽ ടു വളാഞ്ചേരി ഉണ്ടാവും. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ ഈ ഭാഗത്ത് നടന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പോൾ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്നവർ സർവീസ് റോഡിൽ നിന്നും എൻട്രി എടുക്കേണ്ടത് ഇവിടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് വലതുഭാഗത്ത് നിങ്ങൾ നോക്കിയ ഒരു എക്സിറ്റ് കണ്ട് നിങ്ങൾ
അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടിച്ചിറ കഴിഞ്ഞിട്ട് ചുങ്കം വയഡക്റ്റിൻ്റെ മുകൾ ഭാഗത്തു കൂടെ വരുന്ന വാഹനങ്ങൾ തിരുനാവായ ഭാഗത്തേക്കും അതുപോലെ തന്നെ പുത്തനത്താണി ഭാഗത്തേക്കും പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് ആറുവരിപ്പാതയിൽ നിന്നും എക്സിറ്റ് എടുക്കേണ്ടത്. ഇനി അടുത്ത് ചുങ്കം എന്ന് പറഞ്ഞൊരു ചെറിയ അങ്ങാടി കേട്ടോ. അപ്പോൾ ഈ അങ്ങാടി ഒഴിവാക്കിയിട്ടാണ് ഇവിടെ വയഡക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ കുറേ കച്ചവട സ്ഥാപനം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വയഡിന് വന്നപ്പോൾ അതൊക്കെ പൂർണ്ണമായി പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചുങ്കം ടൗണ് നല്ല തിരക്കുള്ള ടൗൺ ആയിരുന്നു. ഈ ആറുവരിപ്പാതയുടെ വയഡിന് വരുന്നതിന് മുൻപായിട്ട് വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന എല്ലാ വാഹനങ്ങളും ഈ ചുങ്കം അങ്ങാടി കൂടി നിന്ന് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ വയഡക്റ്റിന്റെ പണികൾ പൂർത്തിയായതിനു ശേഷം എല്ലാ വാഹനങ്ങളും പിന്നീട് വയഡക്റ്റ് മുഖാന്തരമാണ് വളാഞ്ചേരി ഭാഗത്തേക്ക് കടന്നുപോയത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുങ്കം ടൗണിലുള്ള കച്ചവടം വളരെയധികം കുറഞ്ഞു. ഇപ്പോൾ ഇവിടെ സർവീസ് റോഡ് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയഡക്റ്റിന്റെ അടിഭാഗത്ത് 2 സൈഡിലുമായിട്ട് യു ടേൺ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നിലവിൽ എങ്ങനെയാണ് ഈ ഭാഗത്തുള്ള സർവീസ് റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഭാഗത്തേക്കും കടന്നു പോകുന്ന വാഹനങ്ങൾ ചുങ്കം ടൗൺ മുഖാന്തരമാണ് കടന്നു പോകുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വയഡക്റ്റിന്റെ അടിഭാഗത്ത് പൂർണ്ണമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സർവീസ് റോഡില്ല. അപ്പോൾ ഒന്നും കൂടി ഇപ്പം നമ്മളെ ചുങ്കം അങ്ങാടി സജീവമായിരിക്കുകയാണ്. യാത്രക്കാരുടെ വാഹനം നിർത്തിയിട്ട് ഇവിടെ ഷോപ്പിലൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടാണ് പിന്നീട് യാത്ര തുടരുന്നത്. അപ്പോൾ കോഴിക്കോട് കോട്ടക്കൽ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ കാടാമ്പുഴ ഭാഗത്തേക്ക് പോകുന്നത് ഈ ചുങ്കം ടൗൺ വഴിയാട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ യു ടേൺ ഉള്ള സർവീസ് റോഡ്. ഇനി കാടാമ്പുഴ അമ്പലത്തിൽ പോയ ആളുകൾക്ക് തിരുനാവായ അമ്പലത്തും കൂടി പോകണമെന്നുണ്ടെങ്കിൽ നേരെ വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തു കൂടെ സർവീസ് റോഡിൽ കിടക്കുക. എന്നിട്ട് പിന്നീട് ഈ വയഡക്റ്റിൻ്റെ അടിഭാഗത്തു കൂടെ യു ടേൺ എടുത്തിട്ട് വേണം നിങ്ങൾ വരാൻ. ചുങ്കം ടൗണിൽ കൂടെ കടന്നു വരിക, വീണ്ടും യു ടേൺ എടുത്തിട്ട് വേണം പിന്നീട് സർവീസ് റോഡിലൂടെ കയറിയിട്ട് പുത്തനത്താണി, പിന്നീട് നേരെ തിരുനാവായ. കണ്ടവിടെ ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്, തിരുനാവായ പുത്തനത്താണി. ഇത് നേരെ നമ്മൾ സർവീസ് റോഡിലേക്ക് വരുമ്പോൾ കാണണം കേട്ടോ. ഈ ചുങ്കം വയഡക്റ്റിന്റെ നിർമ്മാണം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ താഴ്ന്ന പ്രദേശമായിരുന്നു, അവിടെയാണ് ഇപ്പോൾ ഈ വയഡക്റ്റ് നിർമ്മിച്ചത്. അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും എന്താണ് ഈ വയഡക്റ്റ് എന്നുള്ളത്. ഈ വയഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുപ്പ് നിലങ്ങളിലും അതുപോലെ തന്നെ ചെരിവുള്ള സ്ഥലങ്ങളിലുമാണ് നിർമ്മിക്കുന്നത് വയഡക്റ്റ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നേരെ എൻ്റെ യൂട്യൂബ് ചാനൽ നിഷാദ് പടിഞ്ഞാറ്റൂരിൽ പോവുക. അതിൽ പ്ലേലിസ്റ്റിൽ കോട്ടക്കൽ ടു വളാഞ്ചേരി ഉണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വയഡക്റ്റിന്റെ നിർമ്മാണമൊക്കെ ഇതുവരെ നടന്നത് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പൊ ചുങ്കം വയഡക്റ്റിന് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് റോഡില്ല. 2 ഭാഗത്തും എന്ന് വെച്ചാൽ തുടങ്ങുന്ന സ്ഥലത്തും അവസാനിക്കുന്ന സ്ഥലത്തും യു ടേൺ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ സർവീസ് റോഡിൽ കൂടെ വരുന്ന വാഹനങ്ങൾ പൂർണ്ണമായിട്ട് ഈ വയഡക്റ്റിന്റെ അടിഭാഗത്ത് കൂടെ യു ടേൺ എടുത്തിട്ട് ചുങ്കം ടൗണിൽ കൂടിയാണ് 2 ഭാഗത്തേക്കും കടന്നു പോകേണ്ടത്. അതിനോടനുബന്ധിച്ചുള്ള മാറ്റം ഇപ്പോൾ ചുങ്കം ടൗണിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ ഭാഗത്തേക്ക് വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് അധികവും ഞാൻ സ്നാക്സ് കഴിക്കുന്നത് ഈ ചുങ്കം ടൗണിനാട്ടോ. ഇതിന് മുൻപ് വരെ വളരെ ശോകമായിരുന്നു. ഇപ്പം രണ്ടാമതും നല്ല രീതിയിൽ തന്നെ ഇവിടുത്തെ കടകളൊക്കെ സജീവമായിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തുള്ള സർവീസ് റോഡിൽ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ എന്തായാലും ഈ ചുങ്കം ടൗണിലൊന്ന് ഇറങ്ങിക്കോളൂ. നല്ല അടിപൊളി സ്നാക്സ് കിട്ടും. ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന സ്ഥലമാണിത്. ബേക്ക് ആൻഡ് ടേക്ക് കിട്ടും. നല്ല അടിപൊളി സ്നാക്സ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, കാടാമ്പുഴ ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്ക് തിരുനാവായ അമ്പലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വരിക കേട്ടോ. വെട്ടിച്ചിറ സർവീസ് റോഡ് കൂടെ വന്നു കഴിഞ്ഞാൽ ഈ വയഡക്റ്റ് തുടങ്ങുമ്പം ഇതിൻ്റെ അടിഭാഗത്തോടെ യു ടേൺ ഉണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, രാത്രി കാലങ്ങളിൽ ഈ ഭാഗത്ത് വരുന്ന ആളുകൾ ഒന്ന് ബ്രേക്ക് ചവിട്ടി വരണം. കാരണം ഇവിടെ യു ടേൺ ആണ്. ഇവിടെ ക്രാഷ് ബാരിയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം ഇങ്ങോട്ട് വന്ന സമയത്ത്, പുത്തനത്താണിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരു സ്ഥലത്ത് പോലും കാടാമ്പുഴ അമ്പലത്തേക്ക് പോകാനുള്ള ഒരു സൈൻ ബോർഡ് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ യു ടേൺ എടുത്ത് വരുമ്പോൾ പോലും കാണുന്നത് വെട്ടിച്ചിറ തിരുനാവായ എന്നുള്ള ബോർഡാട്ടോ. ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വരുന്ന സമയത്ത് കാടാമ്പുഴ അമ്പലത്തിലേക്ക് പോകാനുള്ള ഒരു സൈൻ ബോർഡുകളും ഈ പ്രദേശത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്കൊക്കെ ഏകദേശം ഈ കാടാമ്പുഴ എവിടെയാണ്, അതുപോലെ തന്നെ തിരുനാവായ എവിടെയെന്നൊക്കെ മനസ്സിലാവും. പുറത്തുനിന്ന് വരുന്ന ആളുകളാണ് ഈ സൈൻ ബോർഡ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുക. അതുപോലെ തന്നെ ചുങ്കം അങ്ങാടിൻ്റെ അവിടെ നിന്ന് ഒരു റോഡ് ഈ പാലത്തിൻ്റെ അടിഭാഗത്തോടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറേ വീടുകളുണ്ട്, അങ്ങോട്ടുള്ള റോഡാണിത്. ഈ ദേശീയപാത 66 വികസനം ഈ ഭാഗത്ത് വരുന്നതിന് മുൻപുള്ളൊരു കാലഘട്ടം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് യാത്ര ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് കോട്ടക്കൽ, ചെനക്കൽ അതെല്ലാവർക്കും അറിയും. കാരണം ഈ ചെനക്കലിൽ നിന്നാണ് പിന്നീട് നമ്മൾ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾ മലപ്പുറം ഭാഗത്തേക്ക് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ നോക്കിയിരുന്നത് രണ്ടത്താണിയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ 2 സ്ഥലങ്ങൾ നമ്മളിപ്പോൾ അറിയപ്പെട്ടു. ഈ ദേശീയപാത 66 വികസനം വന്ന സമയത്ത് ഒന്ന് ചെനക്കലും പിന്നെ അതുപോലെ തന്നെ സർഹിന്ദ് നഗറിൽ ഒരു ഓവർപാസ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ടത്താണി വലിയ ടൗണാണ്, പക്ഷേ അതിൽ കൂടെ ഇങ്ങനെ കടന്നു പോയിരുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് പൂവഞ്ചന ഒരു ഓവർപാസ് വന്നു, അതും എല്ലാവരും അറിഞ്ഞു തുടങ്ങിയപ്പം. അത് കഴിഞ്ഞിട്ട് അതിരുമടയൊക്കെ ഇപ്പോൾ ഓവർപാസ് വന്നപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് പുത്തനത്താണി ടൗണിൽ കൂടെ നമ്മൾ പിന്നെ വന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ നേരെ ശ്രദ്ധിച്ചിരുന്നത് വളാഞ്ചേരി ഭാഗത്തായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ അതാ നമ്മളെ ചുങ്കം അങ്ങാടി, അത് കഴിഞ്ഞിട്ട് വെട്ടിച്ചിറ. ഈ വെട്ടിച്ചിറ കടന്നു പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടിച്ചിറ കൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഇടതുഭാഗത്ത് വലിയൊരു വീടുണ്ട്. ആ വീട് എല്ലാവരും ശ്രദ്ധിക്കും. പിന്നെ ഓർമ്മപ്പെടുത്തുന്നത് വെട്ടിച്ചിറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെട്ടിച്ചിറയിൽ നിന്നാണ് കാടാമ്പുഴ ഭാഗത്തേക്ക് പോവുക, ഈ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതാ ടോൾ പ്ലാസ വന്നിരിക്കുന്നു വെട്ടിച്ചിറയിൽ. അപ്പം
വെട്ടിച്ചിറ ഒന്നുകൂടി പ്രശസ്തമായി, ടോൾ പ്ലാസ ഉള്ള സ്ഥലമായി. അത് കഴിഞ്ഞിട്ട് പിന്നീട് കരിപ്പോളൊന്നും ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പോൾ കരിപ്പോൾ എല്ലാവരും അറിഞ്ഞു തുടങ്ങി, കാരണം അവിടെ ഒരു ഓവർപാസ് വന്നു. അങ്ങനെ കുറേ മാറ്റങ്ങൾ ദേശീയപാത 66 വികസനം വന്ന സമയത്ത് പല സ്ഥലത്തും സംഭവിച്ചിരിക്കുന്നു. അറിയപ്പെടാതെ കടന്നുപോയ സ്ഥലങ്ങളിൽ പല ഓവർപാസുകളും അണ്ടർപാസുകളും വന്നിട്ട് ജനങ്ങളെല്ലാം ശ്രദ്ധിച്ചു തുടങ്ങി. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രദേശത്തെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നവർക്ക് അറിയാൻ പറ്റും ഈ സ്ഥലങ്ങൾ എവിടെയാണെന്ന്. പക്ഷേ ദൂരത്തു നിന്ന് വരുന്ന ആളുകളൊക്കെ വെറും അണ്ടർപാസ് അല്ലെങ്കിൽ ഫ്ലൈ ഓവർപാസ് അതിൻ്റെ മുകൾ ഭാഗത്തൂടെ ഇങ്ങനെ കടന്നു പോകുക. സൈൻ ബോർഡുകൾ കാണുമ്പോൾ മാത്രമേ അവർക്ക് അറിയുള്ളൂ ഇന്ന സ്ഥലങ്ങളാണ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് വെട്ടിച്ചിറ ജംഗ്ഷൻ. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാലാണ് കാടമ്പുഴ അമ്പലം കേട്ടോ. ഇവിടെയൊക്കെ കുറേ ബിൽഡിങ്ങുകൾ വഴിന് വന്ന സമയത്ത് പൊളിച്ചു പോയതാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ മലപ്പുറം റീച്ചിലെ ടോൾ പ്ലാസ വരുന്നത്. ദേശീയപാത 66 വികസനത്തിൽ മലപ്പുറം ജില്ലയിൽ KNRCL 2 റീച്ചാണുള്ളത്. ഒന്ന് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരും, മറ്റൊന്ന് വളാഞ്ചേരി മുതൽ കാപ്പിരിക്കാട് വരും. അതിൽ രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെ ഉള്ളതിലാണ് ടോൾ പ്ലാസ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ റീച്ച് വളാഞ്ചേരി മുതൽ കാപ്പിരിക്കാടാണെങ്കിലും പക്ഷേ രണ്ടാമത്തെ റീച്ച് തുടങ്ങുന്നത് കരിപ്പോൾ ഓവർപാസ് കഴിഞ്ഞിട്ട് കഞ്ഞിപ്പുര എത്തുന്നതിന് മുൻപായിട്ട് ആദവനാട് പഞ്ചായത്ത് ഓഫീസുണ്ട് കേട്ടോ. അവിടെ നിന്നാണ് രണ്ടാമത്തെ റീച്ച് സ്റ്റാർട്ട് ചെയ്യണത്. ഇപ്പോൾ കേരളത്തിലെ ദേശീയപാതയിൽ 6 വരിപ്പാതയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്ഥലത്ത് മാത്രമേ ടോൾ പിരിച്ചു തുടങ്ങിയിട്ടുള്ളൂ. അത് മാഹി ബൈപ്പാസിൻ്റെ മുകൾ ഭാഗത്തുള്ള ടോൾ പ്ലാസയാണ്. ബാക്കി 3 സ്ഥലത്ത് ഇപ്പോൾ നിലവിൽ ടോൾ പ്ലാസൻ്റെ പണികൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ 2 സ്ഥലത്ത് പണികൾ അവസാന ഘട്ടത്തിലാണ്. പിന്നീടുള്ള ഒരു സ്ഥലത്ത് 2ാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ വന്ന ടോൾ പ്ലാസ വെട്ടിച്ചിറയിലാണ്. അപ്പോൾ ബോർഡൊക്കെ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ വെട്ടിച്ചിറ ടോൾ പ്ലാസ എന്നുള്ളത്. കോഴിക്കോട് ജില്ലയിൽ 2 ടോൾ പ്ലാസ എന്നുള്ളത്. ഒന്ന് കൂടത്തുംപാറ ആദ്യത്തെ റീച്ചിൽ കോഴിക്കോട് ബൈപ്പാസ്, രണ്ടാമത് വന്നിരിക്കുന്നത് വെങ്ങളം മുതൽ അഴിയൂർ വരെ ഉള്ളതിൽ മുക്കാളി ചോമ്പോല ഭാഗത്താണ്. അവിടെയും പണികൾ ആരംഭിച്ചിട്ടുണ്ട്. തൃശ്ശൂർ നാട്ടിക ഭാഗത്ത് ടോൾ പ്ലാസന്റെ പണികൾ നടക്കുന്നു. നാട്ടിക ഭാഗത്തുള്ള ടോൾ പ്ലാസയും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ടോൾ പ്ലാസന്റെയും ഒരേ സ്ട്രക്ചറാണ്. കോഴിക്കോട് ജില്ലയിൽ വന്ന പന്തിരങ്കാവ് ടോൾ പ്ലാസന്റെ സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. കോഴിക്കോട് ഭാഗത്തുള്ള ടോൾ പ്ലാസ കേരള മോഡലാണ് വന്നിരിക്കുന്നത്. ടോൾ പ്ലാസന്റെ ഒരു ഭാഗത്ത് 5 ലെയിനും മറുഭാഗത്ത് 5 ലെയിനുമാണ്. അതിൽ എപ്പോഴും 4 ലെയിനിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക. 5ാമത്തെ ലൈന് വീതി കൂടിയ വാഹനങ്ങൾക്കും അതുപോലെ തന്നെ ഉയരം കൂടിയ വാഹനങ്ങൾക്കും കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ മാത്രമേ 2 സൈഡിലും ക്യാബിനുകൾ താഴ്ത്തുള്ളൂ. ബാക്കിയെല്ലാം ഇതിന്റെ മുകൾ ഭാഗത്തു നിന്നാണ് പ്രവർത്തിക്കുന്നത്. കണ്ട നിങ്ങൾ, ഓവർ സൈസ്ഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ലാസ്റ്റ് ലൈൻ വരുന്നത് കേട്ടോ. എന്തായാലും ടോൾ പ്ലാസന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിന്റെ ഫാസ്ടാഗ് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അടുത്തത് തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കാടാമ്പുഴ അമ്പലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വെട്ടിച്ചിറ ടോൾ പ്ലാസ കഴിഞ്ഞ ഉടനെ ഫ്ലൈ ഓവർ തുടങ്ങുന്നതിന് മുൻപായിട്ട് ലെഫ്റ്റിൽ കൂടെ എക്സിറ്റ് എടുത്തിട്ട് ഫ്ലൈ ഓവറിന്റെ അടിഭാഗത്തു കൂടെ വലത് ഭാഗത്തേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാടാമ്പുഴ പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തൃശ്ശൂർ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്ക് തിരുനാവായ അതുപോലെ തന്നെ കാടാമ്പുഴ ഭാഗത്തേക്ക് പോകേണ്ട വഴികൾ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. പിന്നെ പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന ആളോട് എനിക്ക് പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ 100 കിലോമീറ്റർ വേഗതയാണ് ദേശീയപാത 66 പറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടുതൽ വേഗതയിൽ നിങ്ങൾ ഒരിക്കലും സഞ്ചരിക്കരുത്. അത് ഡിറ്റക്ട് ചെയ്യാനുള്ള സ്പീഡ് ക്യാമറ എല്ലാ സ്ഥലത്തും സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെർജിങ് പോയിന്റ്, എക്സിറ്റും എൻട്രി നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം എക്സിറ്റ് എടുക്കാനും എൻട്രി എടുക്കാനും. അല്ലാതെ എക്സിറ്റ് എടുക്കുന്ന സ്ഥലത്ത് ഒരിക്കലും നിങ്ങൾ എൻട്രി എടുക്കരുത്, എൻട്രി എടുക്കുന്ന സ്ഥലത്ത് ഒരിക്കലും നിങ്ങൾ എക്സിറ്റ് എടുക്കരുത്. അവിടെയും ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ടോൾ പ്ലാസ കഴിഞ്ഞിട്ടുള്ള എക്സിറ്റ് ആണ് നിങ്ങളുടെ ഇടത് ഭാഗത്ത് കാണുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കരിപ്പോൾ ഓവർപാസ് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ.